സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ 4 ശ്ലോകം നമ്മൾ പറഞ്ഞു. 16-ാമത്തെ ദശകത്തിലെ നരനാരായണ അവതാരം ഉദ്ദേശിച്ചത് സഹസ്ര കവചനെ വധിക്കാനാണ്. അവൻ്റെ കവചങ്ങളെല്ലാം പൊട്ടിച്ച് ഭഗവാൻ ഒരു കങ്കടം മാത്രം ബാക്കിയാക്കി, കവചം ബാക്കിയാക്കി അവനെ വധിച്ചു എന്ന് പറഞ്ഞു. എത്രയോ കവചങ്ങൾ ഭേദിച്ചിട്ട് വേണം ഈ ആസുരത് ശക്തിയെ ഇല്ലാണ്ടാക്കാൻ. ശരിക്കും ഈ രാവിലെ നമ്മളെയൊക്കെ ധ്യാനിക്കുമ്പോൾ ഒരു ശാസ്ത്രപ്രകാരം പറയണത് ഒരു പാപപുരുഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ്. മറ്റേ മതക്കാരൊക്കെ ഈ ചെകുത്താൻ എന്നൊക്കെ പറയും, മറ്റേ അതിലുണ്ട് എന്നൊക്കെ അങ്ങനെ ഓരോരുത്തരുണ്ട്. ഈ ചെകുത്താനെ കല്ലെറിയുക, ഈ പാപപുരുഷനെ നമ്മൾ നീക്കം ചെയ്യുക എന്നൊക്കെ ചില ധ്യാനവും സങ്കല്പമൊക്കെ ഉണ്ട്. അത്രേ വ്രതത്തിലോ അല്ലെങ്കിൽ ബ്രഹ്മ രീതിയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴേ, അപ്പം ശരിക്കും ആ പാപപുരുഷനെ വധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് താത്വികമായിട്ട് കാണിക്കുന്നത് എന്നാണ് ചിലർ പറയുക. അത്രയും കവചത്തിൻ്റെ ഉള്ളിൽ വധിക്കാനോ ഇല്ലാതാക്കാനോ പറ്റാത്ത രീതിയിലുള്ള പാപവാസനകളാണ് സഹസ്രകവചൻ. അവനെ അത്ര വേഗത്തിലൊന്നും ഇതാക്കാൻ പറ്റില്ല. തപസ് കൊണ്ടും പറ്റില്ല, അല്ലാത്തതുകൊണ്ടും പറ്റില്ല. അതാണ് തപസ്സും യുദ്ധവും വേണം, ഒരേപോലെ വേണം എന്ന് പറയാനുള്ള കാരണം. ദൈവാധീനം കൊണ്ട് ആർജിച്ചതായിട്ടുള്ള ഉപാസന ശക്തി കൊണ്ടും പ്രാപഞ്ചികമായിട്ടുള്ള ശക്തി അതും വേണം. രണ്ടും ചേർന്നാലേ ആസുരത്വം ഇല്ലാതാവുള്ളൂ. ഈശ്വരനാണെന്ന് പറഞ്ഞൊക്കെ ഇരുന്നാൽ പാപശക്തിയെ ചിലപ്പോൾ നമ്മൾ യുദ്ധം വേണ്ടി വരും. മാനസികമായിട്ട് ആ പാപശക്തിയെ ഇല്ലാണ്ടാക്കാൻ മാനസികമായിട്ടുള്ള യുദ്ധമാവാം, പ്രാപഞ്ചികമായിട്ടുള്ള ഫൈറ്റിങ്ങും ആവാം. ലക്ഷ്യത്തിലെത്താൻ ചിലപ്പോൾ ഫൈറ്റിങ് വേണ്ടി വരും, നേരാവണ്ണത്തില്ല. അപ്പോൾ അതൊക്കെ രണ്ടും ചേരണം. തപശക്തിയും പ്രാപഞ്ചികമായിട്ടുള്ള ശക്തിയും രണ്ട് രീതിയിലും നേരിട്ടാലേ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിർഭാഗ്യത്തെയും ചീത്തയെയും ഇല്ലാണ്ടാക്കി നന്മയിലേക്ക് എത്താൻ തപസ്സും വേണം, യുദ്ധവും വേണം. പ്രാപഞ്ചികമായിട്ടുള്ള നേരിടേണ്ടത് ചിലപ്പോൾ അങ്ങനെ തന്നെ വേണം. ആ രാമായണം കാണിക്കുന്നത് സുഗ്രീവനെ ആശ്രയിച്ചു, ഇവിടെ വാനരനാണെന്ന് ഓർത്തില്ല. തൻ്റെ കാര്യം നടക്കാൻ ഇപ്പോൾ സുഗ്രീവൻ്റെ ശക്തി ആവശ്യമാണ്. അതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്ന് പറഞ്ഞാൽ അവിടെ പ്രാപഞ്ചിക സംഗതികൾ, അതേ സമയത്ത് ഈശ്വരോപാസന അതും വേണം. പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യാതെ ഈശ്വരനൊക്കെ തരും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അതാണ് തപസ്സും യുദ്ധവും ഒപ്പം വേണം എന്ന് പറഞ്ഞത്. കുറുന്തോട്ടി പറിക്കും വേണം, ഗുരുവായൂരപ്പനെ വിളിക്കും വേണമെന്ന് സിമ്പിൾ ഭാഷയിൽ പണ്ടുള്ളവർ പറഞ്ഞു. എന്തായാലും അത് ആചരിച്ച് കൂടി കാണിച്ചു കൊടുത്തു. അന്വാചരൻ ഉപദിശന്നഭി മോക്ഷധർമ്മം. അതിന് ശേഷം ഇന്ദ്രൻ്റെ ഈ തപസ് മുടക്കാനുള്ള ശ്രമത്തെയാണ് വർണ്ണിക്കുന്നത്. ശ്ലോകം 5 കാമോ വസന്ത മലയാനില ബന്ധുശാലി കാന്താകടാക്ഷഭിഷികേർ വിഗത വിലാസൈ വിദ്യൻ മുഹുരകമ്പ മുദീക്ഷ്യത്വാം പീതത്തയാത ജഗതേ മൃദുഹാസഭാഷ. ഇന്ദ്രനെപ്പോഴുമുള്ള ഒരു പരിപാടിയാണ് എന്ത്? അധികം ദിവസം കണ്ടാൽ പരിഭ്രമം ഉണ്ടാവുക. കാരണം തൻ്റെ സ്ഥാനം പോവോ, എല്ലാവർക്കും കസേല പോവോ എന്നാണല്ലോ പേടി. 3ാമത്തെ കസേല പിടിച്ച് സ്ഥാനം പ്രാവശ്യം പിടിച്ചു നിർത്താൻ ഇപ്പം എന്താ മാർഗം എന്നതാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും പേടി എവിടേക്കാണ്? കസേല പോകരുത്, കിട്ടിയ കസേല അതിനെ പിടിച്ച് കഴിയുന്നത്ര കാലം നിൽക്കണം. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു? തപസ് മുടക്കാൻ കാമനെ അയച്ചു. പിന്നെയോ
വസന്തമലയാനില ബന്ധുശാലി. വസന്തകാലം കൃത്രിമമായിട്ട് ഈ തപസ് ചെയ്യുന്ന ബദരികാശ്രമത്തിൽ സൃഷ്ടിച്ചു. ശരിക്കും വസന്തത്തിൻ്റെ സമയമായിട്ടില്ല. കൃത്രിമമായിട്ട് വസന്ത കാലത്തെ സൃഷ്ടിച്ച് നല്ല കുളിർകാറ്റ് മലയാനില ബന്ധുശാലി കാന്താകടാക്ഷ വിശികേർവികസത്വിലാസൈഹി. മനോഹരമായിട്ടുള്ള നോട്ടം, ഭാവം മുതലായിട്ടതിനെ കൊണ്ടൊക്കെ കഴിവുള്ളതായി അപ്സര സ്ത്രീകളെ അയച്ചു. അവരെ പല വിധത്തിൽ അവർ നരനാരായണമൂർത്തിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. കാന്താകടാക്ഷ വിശികേർ വികസത് വിലാസൈഹി. സുന്ദരങ്ങളാകുന്ന വിലാസങ്ങളാകുന്ന അവരുടെ കടാക്ഷങ്ങളെ ആകുന്ന അമ്പുകൾ നിർത്തും. കടാക്ഷങ്ങളാകുന്ന അമ്പുകൾ വീണ്ടും വീണ്ടും പ്രഹരിച്ചു, പ്രയോഗിച്ചു, തറയ്ക്കാൻ ശ്രമിച്ചു. എങ്കിലും നെന്തിരുവടി ഇളകിയില്ല. അത് കണ്ടവർ ഭയപ്പെടും ചെയ്തു, അത്ഭുതപ്പെടും ചെയ്തു. ഈ തപസ്സികളോടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം. പെട്ടെന്ന് ദേഷ്യം മറ്റോ വന്നാൽ നാരായണമൂർത്തിക്ക് ദേഷ്യം വരാത്തത് ഭാഗ്യം. ഒരു പിടി ചാമ്പലാവാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതാണ് ഭയന്നത്. ഇവരുടെ തപസ് ആൾക്കാരെ ഒപ്പിക്കാനുള്ള തപസ്സല്ല, അത് യഥാർത്ഥ തപസ് തന്നെയാണ് എന്നവർക്കാണ് ബോധ്യമാണ്. സാമാന്യം ഒരു പുരുഷൻ എങ്ങനെയൊക്കെ ആയാലും വശംബദാവും, അല്ലെങ്കിൽ അതിന് അടിമകളാവും വെച്ചാൽ അങ്ങനെയൊക്കെ ഇവർ ഭാവഭാവ കടാക്ഷങ്ങളെ കൊണ്ട് ശ്രമിച്ചു നോക്കി. ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധാരണ നിലയിൽ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. വിദ്യൻ മുഹുർമുഹു, വീണ്ടും വീണ്ടും അകമ്പം ഇളകിയില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും ഇളകിയില്ല. കടാക്ഷ വിശകേർ വികസവിലാസൈഹി. പലതരത്തിലുള്ള കടാക്ഷങ്ങൾ, നോട്ടങ്ങൾ, ചേഷ്ടകൾ എന്നിവ കൊണ്ട് മുഹുർമുഹു വീണ്ടും വീണ്ടും ശ്രമിച്ചു. എങ്കിലും എന്തുണ്ടായി? അകമ്പം ഉദീക്ഷ്യത്വാം. ഗുരുവായൂരപ്പാത്വാം അകമ്പം വീക്ഷ്യ. അങ്ങയെ ഇളകാത്തതായിട്ട് കണ്ടു. ത്വാം അങ്ങയെ അകമ്പം ഇളകാത്തതായിട്ട്. കമ്പം എന്ന് പറഞ്ഞാൽ ഇളക, അകമ്പം എന്ന് പറഞ്ഞാൽ ഇളകാതിരിക്കുക. വീക്ഷ്യ കണ്ടിട്ടോ. ഭീത ത്വയാഥ പേടിച്ചു. ഇനി തീർച്ചയായിട്ടും അടുത്ത രംഗം എന്തായിരിക്കും? ഇവർക്ക് കിട്ടുന്ന ശാപമോ ഇവരുടെ നാശമോ ആയിരിക്കുമെന്ന് ഓർത്ത് ഭയന്നു. ഭീതത്വയാത ജഗതേ മൃദുഹാസഭാജ. മന്ദഹാസത്തോടു കൂടിയിട്ട് ഭഗവാൻ കാമദേവനോട് പറഞ്ഞു. കാമനുണ്ട് കൂടെ. ത്വയാ കാമ ജഗതേ. കാമാനോട് അണ്ടർസ്റ്റുഡാണ്, പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെന്നാണ്. ജഗതേ മൃദുഹാസഭാജ. അപ്സരസ്ത്രീകളോടും കാമനോടും പൊതുവേ പറഞ്ഞു എന്നാവാം. പറഞ്ഞു ജഗതേ. കാമോ വസന്തമലയാനില ബന്ധുശാലീ കാന്താകടാക്ഷ വിലാസൈ. മനോഹരമായിട്ടുള്ള സ്ത്രീകളുടെ കടാക്ഷ വിമോക്ഷങ്ങളെ കൊണ്ട് കൃത്രിമമായി ബദരികാശ്രമത്തിൽ വസന്തം സൃഷ്ടിച്ച് കുളിർകാറ്റ്, മറ്റു തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ എന്നിവ കൊണ്ട് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും എന്തു ചെയ്തില്ല? മുഹുർമുഹുരകമ്പമുദീക്ഷ്യത്വം. അകമ്പം ഇളകാത്തതായിട്ട് കണ്ടിട്ട് പേടിയോടുകൂടിയിട്ട് ആയപ്പോൾ, പേടിച്ച് തീർന്നപ്പോൾ ഭഗവാൻ ജഗതേ മൃദുഹാസഭാജ. ദേഷ്യമൊന്നും വന്നില്ല. ദേഷ്യം വന്നാൽ ഏറ്റവും കുഴപ്പമാർക്കറിയും ഈ ദേഷ്യം വരുന്ന ആൾക്കാണ്. നമ്മൾ വിചാരിക്കുക ദേഷ്യപ്പെട്ട രണ്ടാണ്ട് പറഞ്ഞു അവനെ വേണം, അവന് ആരോടാ ദേഷ്യപ്പെട്ട വെച്ചാൽ അവന് ഒരു കുഴപ്പമില്ല. ഇത് സഹിക്കാനുള്ള കഴിവുണ്ടാച്ചാൽ അവനും അതേപോലെ ദേഷ്യപ്പെട്ട കാര്യമില്ല. അത് ദേഷ്യപ്പെടാതെ സഹിച്ചു എന്ന് വയ്ക്കുക. ഒന്നങ്ങോട്ട് ചിരിച്ചു വെച്ചാൽ ആർക്കാ ദോഷം അറിയോ? ആർക്ക് പോയി? ഈ ദേഷ്യപ്പെട്ടവർക്കാണ് യഥാർത്ഥ നഷ്ടം. ആരെയും ലക്ഷ്യം വെച്ചു അവർക്ക് യാതൊരു നഷ്ടമില്ല. അപ്പം ഇവിടെ ദേഷ്യം വന്നില്ല. അവരുടെ ശ്രേയസ്സിൽ അവർക്ക് വിശ്വാസം, അനുഗ്രഹം ഉണ്ടാവുമല്ലോ, അത് നിലനിർത്തണം എന്നതുകൊണ്ട് ജഗതേ മൃദുഹാസഭാജ. ദേഷ്യമൊന്നും വരാണ്ട് കോപിക്കാതെ പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അടുത്ത പറയല ആ ശ്ലോകത്തിൽ ഭിത്യാലമങ്കജ വസന്തസുരാംഗനാവോ മന്മാനനം തികജുഷദ്ധമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവദമദൈഷാം പ്രാദർശയസ്വപരിചാരകാധരാക്ഷി. താഴെ കാണുന്ന അനുമേൽ പറയാൻ പോകുന്ന വാക്കുകൾ അവർ പറഞ്ഞു. അങ്കജ
എന്ന് പറഞ്ഞാൽ കാമദേവ, അങ്കജനാണ് കാമദേവനെ. അങ്കജ, വസന്ത, പിന്നെ എന്നെ പ്രലോഭിപ്പിക്കാൻ വന്നിട്ടുള്ളവരെയൊക്കെ പേരെടുത്തവരെയാണ്. വസന്തകാലം, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അയച്ചതാണല്ലോ വസന്തകാലം, മനസ്സൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് വസന്ത. ഇനി ആരാണ്? സുരാംഗന, ആരെയും മോഹിപ്പിക്കാൻ നിങ്ങളുടെ അംഗവിക്ഷേപം കൊണ്ടും ഭാവകടാക്ഷങ്ങളെ കൊണ്ടും കഴിയും എന്ന് അഭിമാനിച്ചതായിട്ടുള്ള അപ്സരസ്സുകളെ എന്ന് പറയുകയാണ്. എന്നിൽ വേണ്ട നിങ്ങളുടെ പ്രയോഗങ്ങൾ, ഞാൻ ഇതിലപ്പുറവും കണ്ടവരാണ്, ഞങ്ങൾ ഇതിലപ്പുറവും കണ്ടവരായതുകൊണ്ട് സുരാംഗനാവ. നിങ്ങളിപ്പോൾ പേടിച്ചു, എനിക്കത് മനസ്സിലായി. ഭീത്യ അലം, ഭയമൊന്നും വേണ്ട, ഞാൻ ആരെയും പിടിച്ച് തിന്നൂല, ആരെയും ഉപദ്രവിക്കൂല. ദേഷ്യപ്പെട്ട ആർക്കതിൻ്റെ കുറവ് എനിക്കാണ്. അതുകൊണ്ട് നിങ്ങളെന്നെ ഒരു ക്രൂരമൃഗത്തെ പേടിക്കണ പോലെ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കഴിവ് നിങ്ങൾ നോക്കി ഇപ്പം മനസ്സിലായില്ലേ, എന്നിലതൊന്നും ഏൽക്കില്ല എന്നുള്ളത്, അത് മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു ഉപദേശം കൂടി കൊടുത്തു എന്ന് വേറൊരുത്തിയിൽ പറയും, ഈ കഥ പറയൊരിക്കലും പറയണ്ട ദേവീഭാഗത്തിലൊക്കെ. തപസ്സികളോട് നിങ്ങളുടെ കളി വേണ്ട കേട്ടോ. വേറെ ആരെയും നിങ്ങൾ മോഹിപ്പിക്കാൻ ശ്രമിച്ചാലും തപസ്സികളെ ഇളക്കാൻ ശ്രമിച്ചാൽ എൻ്റെ അടുത്ത് വന്ന പോലെ ആവില്ല ചിലരുടെ അടുത്ത്. ഞാനിപ്പോൾ അതൊക്കെ സഹിച്ചു, പക്ഷേ അതുപോലെ ആവണമെന്നില്ല. ദുർവാസാവിനെ പോലുള്ളവരുടെ മുമ്പിലൊക്കെ ഈ വക പ്രയോഗങ്ങൾ നടത്തിയാൽ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ കോപം കൊണ്ട് അതുവരെയുള്ള തപശക്തി പോയി എന്നൊന്നും അവർ ആലോചിക്കില്ല. പോയാൽ പിന്നെ ഉണ്ടാക്കാം, ശാപിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്ന് വിചാരിച്ച് നിങ്ങളെ ഭസ്മാക്കും. അതുകൊണ്ട് തപസ്സികളോട് ഇത്തരം പ്രയോഗങ്ങൾ ദയവായിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് ഉപദേശിച്ചു എന്നും ചില സ്ഥലത്ത് ഇവിടെ പറയണു. ഇഹമന്മാനസം തുജുഷദ്ധമിതി ബ്രുവാണ. അപ്പം നിങ്ങളുടെ ഭവ്യ കടാക്ഷങ്ങളെ കൊണ്ട് ഞാൻ ആകൃഷ്ടനാവും എന്നാണല്ലോ നീ വിചാരിച്ചത്. അതുകൊണ്ട് തൻ്റെ പരിചാരകളായിട്ട് ചില നരനാരായണന്മാർക്ക് ചില പരിചാരകളുണ്ട്, അവരെ നിങ്ങളൊന്ന് കാണുക എന്നും പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്തു? പ്രാദർശയ കാണിച്ചു കൊടുത്തു. ഇതാ ഇവരെ ഒന്ന് നോക്കൂ. സ്വപരിചാരക കാതരാക്ഷി. എങ്ങനത്തെ പരിചാരകളാണ്? കാതരാക്ഷി പരിചാരകളാണ്. അതീവ സുന്ദരികൾ, ലോകോത്തര സുന്ദരികളായിട്ട്, ഇനി അതിനേക്കാളും സൗന്ദര്യമുള്ളവർ ഈ ലോകത്തിലുണ്ടാവില്ല എന്ന മട്ടിലുള്ള കാതരാക്ഷികളായിട്ടുള്ളതാ. ഇതൊന്നും ഞാൻ കാണാത്തൊന്നുമല്ല, ഇതൊക്കെ ഞാൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുത്തതോട് കൂടിയിട്ട് അവർ ലജ്ജിച്ചു, തല താഴ്ത്തി എന്ന് പറയുകയാണ്. കാരണം അതിൻ്റെ അടുത്ത് എവിടെ എത്താൻ ഈ അപ്സര സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടില്ല. തം വിസ്മയേന പരിതത്തുവതാം അതേഷാം യേഷാം പ്രദർശയ തുവതാം അതേഷാം. അതുകൊണ്ട് അവരൊക്കെ വളരെ ഭക്തിയോട് കൂടിയിട്ട് ചുറ്റും നിന്ന് ഈ നരനാരായണമൂർത്തിയെ സ്തുതിക്കുകയാണ്. സ്വയം പരിചാരകർ, തൻ്റെ പരിചാരകരെ സ്തുതിക്കുന്നത് കണ്ടു. ആ പരിചാരകരെ കണ്ട് പഠിക്കാൻ പറഞ്ഞു. മഹാന്മാരെ കണ്ടാൽ ആദ്യം വന്ദിക്കാൻ പഠിക്കുക, അല്ലാണ്ട് അവരിൽ നിങ്ങളുടെ കാമപരീക്ഷയല്ല നടത്തേണ്ടത്. സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു നമിക്കണം. ആ വിനയം ആദ്യം ഉണ്ടാവുക. നിങ്ങളിപ്പോൾ എന്നെ പരീക്ഷിക്കാൻ നോക്കിയില്ലേ, ഞങ്ങളെ പരീക്ഷിക്കാൻ നോക്കിയതല്ലേ. ഇതിനേക്കാളും സൗന്ദര്യമുള്ളവരെന്താ ചെയ്യണം നോക്കൂ. അവരാരെയും പ്രലോഭിപ്പിക്കില്ല, ഞങ്ങളെ സ്തുതിക്കുന്നത് കാണൻ. പ്രാദർശതം വിസ്മയേന പരിതസ്തുവതാം, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സ്വപരിചാരക കാതരാക്ഷി, തൻ്റെ പരിചാരകളായിട്ടുള്ള അതീവ ലോകോത്തര സുന്ദരികൾ, എല്ലാ ലോകത്തിലും വെച്ച് സുന്ദരികളായിട്ടുള്ളവരെ കാണിച്ചാണ് കൊടുത്തു. അപ്പം ഇവരാകെ വല്ലാതെ നാണം കിട്ടും. ഈശ്വരാ, ഇത്തരക്കാർ ഇതിലൊക്കെ ഇത്രയും സൗന്ദര്യവതികളായിട്ടുള്ളവരുള്ള സ്ഥലത്തേക്ക് ഇവരുടെ നിസ്സാരമായിട്ടുള്ള സൗന്ദര്യം കൊണ്ട് വന്ന് പ്രലോഭിപ്പിക്കാൻ ഞങ്ങൾക്ക് തോന്നിയല്ലോ, എല്ലാം ഭഗവാൻ ക്ഷമിക്കണം എന്നങ്ങനെ വിചാരിച്ച് അവർ വളരെയേറെ ലജ്ജ പൂണ്ടു. അവരുടെ പ്രവൃത്തിയിൽ തന്നെ അവർ പശ്ചാത്തപിച്ചു എന്ന് പറയുകയാണ്. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശികേ വികസത് വിലാസൈ വിദ്യൻ മുഹുർ അകമ്പമുദീക്ഷത്വാം. ഇളകാത്തതായി കണ്ടിട്ട് ഭീതത്വയാത ജഗതേ മൃദുഹാസഭാജ ഭിത്യാലമങ്കജ വസന്ത സുരാംഗനാവോ. ഹേ വസന്തമേ കാമ സുരാംഗനകളെ, ഭീത്യ അലം, പേടി വേണ്ട.
ഞാൻ നിങ്ങളെ ശപിക്കാനൊന്നും പോണില്ല. മന്മാനനം തികജുഷത്തമിതി ബ്രുവാണ ത്വം വിസ്മൃണ. മന്മാനനം പറയണ ഈ എൻ്റെ മനസ്സ് ശുദ്ധമായിട്ട് നിങ്ങളെ ശപിക്കുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ ആ ബഹുമാനം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കാണിച്ചു തരാം. മന്മാനനം, എൻ്റെ മാനം, നിങ്ങളെ മാനിക്കുന്ന വിധം നിങ്ങളൊന്ന് കാണുക. ഇതി ബ്രുവാണ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങൾ നോക്കൂ. ദ്രോഹം ചെയ്തവരിലെയും ബഹുമാനിക്കുന്നത് നിങ്ങൾ കാണൂ. അതിനാ പഠിക്കേണ്ടത്. അപ്പം നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ശപിക്കാം, പക്ഷെ ഞാൻ നിങ്ങളെ ബഹുമാനിക്കാനാണ് പോകുന്നത്. നോക്കിക്കോളൂ, അതാണ് യഥാർത്ഥത്തിലുള്ള മഹത്വം എന്ന് പറയണം. മന്മാനനം തികജുഷദ്ധമിതി ബ്രുവാണ, എന്നെ ദ്രോഹിച്ച നിങ്ങളെ ഞാൻ മാനിക്കുന്നത് നിങ്ങൾ കാണൂ. തം വിസ്മയേന പരിതത്വതാമദേശ, തുതിച്ചു കൊണ്ടിരിക്കുന്ന പ്രാദർശയത്വ പരിചാരക കാതരാക്ഷി, കാതരാക്ഷികളായിട്ടുള്ള സ്വയം പരിചാരകളെ കാണിച്ചു കൊടുത്തു. 2 ശ്ലോകങ്ങൾ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.